ഡിയാഗോ മറഡോണ എന്ന പേര് കേൾക്കുമ്പോൾ ഏതൊരു ഫുട്ബോൾ പ്രേമിക്കും ആദ്യം ഓർമ്മ വരുന്നത് ഒരു പക്ഷേ 1986 വേൾഡ് കപ്പിലെ എക്കാലത്തെയും മികച്ച ആ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആയിരിക്കും. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മറഡോണ എന്ന പേര് കേട്ടാൽ നേപ്പിൾസ് ആയിരിക്കും അന്നും ഇന്നും എന്നും ആദ്യം ഓർമ്മ വരുന്നത്. അവിടെ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും റോമക്കാർ ഒരു മുദ്ര ചാർത്തി കൊടുത്തിരുന്നു, തെമ്മാടികളെന്ന മുദ്ര. അതെ, നേപ്പിൾസിലെ തെമ്മാടികൾ. അതിനുമീലെ ലോകത്തിന് അവരെക്കുറിച്ച് അധികമൊന്നും പറയേണ്ടി വന്നിട്ടില്ലായിരുന്നു. വർഷങ്ങളായുള്ള മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും അവഗണനയും പരിഹാസവും അവരെ കൂടുതൽ തെമ്മാടികളാക്കി. പക്ഷേ അപ്പോഴും അവരുടെ മനസ്സാക്ഷി മറവിച്ചിട്ടില്ലായിരുന്നു. അവരും പല കിനാവുകളും പകൽ കിനാവുകളും കാണുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, തെമ്മാടികൾക്കെന്ത് കിനാവെന്ന്? പക്ഷേ സാഹചര്യങ്ങൾ മാത്രമായിരുന്നു അവരെ തെമ്മാടികളാക്കിയത്. കൂടെ അവർക്ക് നന്മയുള്ള ഹൃദയവും കൈമോശം വരാതെ അവർ സൂക്ഷിച്ചിരുന്നു. കാലചക്രം അങ്ങനെ ചെളി പുരണ്ടും പരിഹാസങ്ങളും അവഗണനയും ഏറ്റുവാങ്ങി കറങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ നേപ്പിൾസുകാർ അവരുടെ സ്വപ്നങ്ങളൊന്നും മുടക്കിയില്ല. അവർ എല്ലാ രാവുകളിലും കിനാവ് കണ്ടു തുടങ്ങും. നിലാവുദിക്കാത്ത രാവുകളിൽ പോലും അവർ കിനാവ് കണ്ടു തുടങ്ങിയിരുന്നു. അങ്ങനെ അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 1984 ജൂലൈ 5. നേപ്പിൾസുകാരുടെ ഹൃദയ സ്ത്രീകോവിലായ സാൻ പോളോയിൽ അവർ കാത്തിരുന്നു. മുഴുപ്പട്ടിണിയിലായ അവർ അന്നും തങ്ങളുടെ ശരീരം വിശപ്പിന് വിട്ടുകൊടുത്തു. കത്തുന്ന വെയിലിനെയും സൂര്യനെയും വെല്ലുവിളിച്ച് ആ രക്ഷകന് വേണ്ടി സൂര്യോദയം മുതൽ അവർ കാത്തിരുന്നു. 75,000-ഓളം വരുന്ന ജനക്കൂട്ടത്തിൽ കൈക്കുഞ്ഞുങ്ങളടക്കം വിശപ്പിന്റെ കാഠിന്യത്താൽ വാവിട്ടു കരഞ്ഞിട്ടും ആ കുരുന്നുകളുടെ വായിൽ കൈ അമർത്തിപ്പിടിച്ച് കരച്ചിൽ പുറത്തു കേൾക്കാത്ത വിധം ആ കുരുന്നു ചുണ്ടുകൾ കെട്ടിപ്പൂട്ടി അന്നവർ അവരുടെ പൊന്നോമനകളെ വരെ മറന്ന് അവന് വേണ്ടി പൊള്ളുന്ന വെയിലിൽ ഒന്ന് ഇരിക്കാൻ പോലും കൂട്ടാക്കാതെ നിന്ന നിൽപ്പ് തുടർന്നു. പതിയെ പതിയെ സാൻ പോളോ സ്റ്റേഡിയം ആർത്തിരുമ്പുന്ന തിരമാലകളെ തോൽപ്പിക്കുന്ന മനുഷ്യസാഗരമായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഏവരാലും വെറുത്തിരുന്ന അവരുടെ നെപ്പോളിയൻ ഫ്ലാഗ് അവരുടെ കയ്യിലേന്തിയായിരുന്നു ആ ആർപ്പുവിളികൾ. ഒടുവിലവർ സ്റ്റേഡിയത്തിന്റെ മേൽത്തട്ട് അവരുടെ സാമ്രാജ്യമാക്കി മാറ്റിയിരുന്നു. അവരുടെ കാത്തിരിപ്പുകൾ ഒരിക്കലും വെറുതെയായിരുന്നില്ല. അപ്പോൾ സാൻ പോളോ സ്റ്റേഡിയത്തിലെ ഭൂഗർഭ അറയിലെ ഗോവണികൾ പതിയെ ഒരാൾ ചവിട്ടിക്കയറുകയായിരുന്നു. കറുത്തു ചുരുണ്ട തലമുടിയും തൂവുള്ള ബനിയനും ചാരവർണ്ണത്തിലുള്ള പാൻസും വെളുവെളുത്ത പാദരക്ഷയും കൂടെ തോളിൽ വിപ്ലവ സൂര്യൻ ചെഗുവരയെ ഓർമ്മിപ്പിക്കുന്ന പോലെയുള്ള ഷാളും മേന്തി ഗോവണിപ്പടി അലസമായി കയറി. അയാൾ ഓരോ പടവുകളും കയറുമ്പോഴും സമുദ്രത്തിലെ തിരമാലക്കണക്കെ നെപ്പോളിയൻ ജനത ആർത്തു വിളിച്ചുകൊണ്ടേയിരുന്നു. അവിടെ കൂടിയിരുന്ന നെപ്പോളിയൻ ജനതയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീർ പൊഴിച്ച് അവർ തങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട മാനം തിരിച്ചു കിട്ടാനായി പടപൊരുതാൻ വന്ന മഹാപോരാളിയെ വണങ്ങി. പിന്നെ ആ വണക്കം അവർക്കൊരു അനിഷ്ടനായി നിലനിന്നു. അതെ, ഡീഗോ അർമാൻഡോ മറഡോണ. മറഡോണയുടെ വരവിന് മുമ്പ് ഇറ്റാലിയൻ ഫുട്ബോളിന്റെ വടക്ക് മധ്യഭാഗങ്ങളായ AC മിലാൻ, യുവന്റസ്, ഇന്റർ മിലാൻ, റോമ തുടങ്ങിയ ടീമുകളായിരുന്നു പൊതുവെ കിരീടം നേടാറ്. ഇറ്റലിയുടെ പെനിൻസുലയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു ടീമും അതുവരെ കിരീടം നേടിയിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ ഇറ്റലിയുടെ വടക്ക് മധ്യഭാഗങ്ങളിലുള്ള ടീമുകൾ എപ്പോഴും നെപ്പോളി പോലുള്ള ടീമുകളെയും അവിടുത്തെ ജനങ്ങളെയും രണ്ടാം കിട മനുഷ്യരെ പോലെ അവരെ പരിഹസിക്കാനും വിലകുറിച്ച് കാണാനുമാണ് ശ്രമിക്കാറ്. അവിടെ നിന്നുമാണ് മറഡോണ അവരെ ദൈവവരദാനമായി നൽകിയ നിധി കൊണ്ട് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വന്ന ഫിനിഷ് പക്ഷിയെപ്പോലെ അവരെ വാനോളം ഉയർത്തിയത്. ചരിത്രത്തിൽ ഇതിന് തുല്യമായ ഒരു ഏടും ഒരു ചരിത്ര പണ്ഡിതനും കൊണ്ടുവരാൻ കഴിയാത്ത വിധം അയാൾ മാറ്റി എഴുതിയിരുന്നു. 1987 മെയ് 16 അന്ന് നെപ്പോളിയൻ തെരുവുകൾ അക്ഷരാർത്ഥത്തിൽ ആഘോഷങ്ങൾ കാരണം കത്തുകയായിരുന്നു. ഒരാഴ്ചയിലേറെയായി അവർ ആഘോഷത്തിമിർപ്പിലാണ്. നേപ്പിൾസുകാർ തെരുവിൽ നിന്നും വീട്ടിലേക്ക് പോവാൻ കൂട്ടാക്കാതെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായി.
അവരുടെ മാത്രം ആഘോഷമായ റൗണ്ട് ദ ക്ലോക്ക് കാർണിവലിൽ നേപ്പിൾസ് നഗരത്തിലുടനീളം തെരുവ് പാർട്ടികളും ഉത്സവങ്ങളുമായി അവർ തെരുവിൽ കൂടിയിട്ട് ഒരാഴ്ചയിലേറെയായി. ലോകം തലകീഴായി മറിഞ്ഞാലും നിങ്ങൾ ഇറ്റാലിയൻ കപ്പ് സ്വന്തമാക്കില്ലെന്ന് പറഞ്ഞ് നിരന്തരം പരിഹസിച്ച് നടന്നിരുന്ന യുവന്റസിന്റെയും മിലാന്റെയും ശവസംസ്കാരങ്ങൾ അവർ ശവപ്പെട്ടിയിലാക്കി കത്തിച്ചു കളഞ്ഞു. അതും നെപ്പോളിയിൽ വെച്ച്. നൂറ്റാണ്ടുകളായുള്ള അവരുടെ മൺമറഞ്ഞ തലമുറകൾ അനുഭവിച്ച യാതനകൾക്കും പരിഹാസങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും മധുരമായി അവർ പകരം വീട്ടി. അതെ, അന്നാദ്യമായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് മറഡോണയിലൂടെ ആദ്യമായി നീതി ലഭിച്ചു. അതെ, 1986 1987 സീസണിലെ സിരിയ കിരീടം നെപ്പോളി സ്വന്തമാക്കി. ഇറ്റലിയിൽ ഒരു പുതിയ സാമ്രാജ്യം പിറന്നു. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടു. അവിടുത്തെ തെരുവിന് ആ കുറിയ മനുഷ്യന്റെ പേരാണ് അവർ ആദ്യം നൽകിയത്. 1989 1990 നെപ്പോളി രണ്ടാമത്തെ ലീഗ് കിരീടം ചെഗുവരയെ നെഞ്ചിൽ പതിപ്പിച്ച ഡീഗോയിലൂടെ നേടുകയും ചെയ്തു. 1987-88 1988-89 രണ്ട് തവണ ലീഗിൽ രണ്ടാം സ്ഥാനത്തെത്തിക്കുകയും ചെയ്തു. 1987 കോപ്പ ഇറ്റാലിയയും 1989 കോപ്പ ഇറ്റാലിയയിൽ രണ്ടാം സ്ഥാനവും 1989 യുവേഫ കപ്പും 1990 ഇറ്റാലിയൻ സൂപ്പർ കപ്പും ഗഗനനീലിമയെ പ്രണയിച്ചയാൾ അവർക്ക് നെഞ്ചിൽ നിന്നും പറിച്ചു കൊടുത്തു. 1987-88 15 ഗോളുകളുമായി സിരിയയിലെ ടോപ്പ് സ്കോറർ മറഡോണയായിരുന്നു. കൂടാതെ 115 ഗോളുകളുമായി നെപ്പോളിയുടെ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോററായിരുന്നു. എന്നാൽ 2017 ആ റെക്കോർഡ് മാരക് ഹമാക്ക് തകർത്തു. താൻ നേരിട്ടതിൽ വെച്ച് ഏറ്റവും പ്രയാസമേറിയ കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ AC മിലാൻ സെൻട്രൽ ഡിഫൻഡർ ഫ്രാങ്കോ ബെരാസി പറഞ്ഞത് മറഡോണയെന്നാണ്. 2000 നെപ്പോളിയുടെ 10ാം നമ്പർ ജേഴ്സിയിൽ നിന്നും ഒഫീഷ്യലായി ആ വസന്തം വിടവാങ്ങി. എന്നാൽ പിന്നീടൊരിക്കലും നെപ്പോളി ആ വസന്തം പുലുകിയ 10ാം നമ്പർ ജേഴ്സി ഒരാൾക്ക് പോലും നൽകിയിട്ടില്ല. ഇനി അവർ ആർക്കും അത് നൽകുകയുമില്ല. അതെ, അവരെ മാലിന്യത്തിൽ നിന്നും സിംഹാസനം വരെ അവരെ ആനയിച്ച കുറിയ മനുഷ്യനുമായുള്ള ഹൃദയബന്ധം എന്നും പൊന്നുപോലെ വിലമതിക്കാൻ പറ്റാത്ത നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന നേപ്പിൾസുകാർക്ക് എങ്ങനെയാണ് ആ 10ാം നമ്പർ ജേഴ്സി മറ്റൊരാൾക്ക് നൽകാനാവുക? എല്ലാ വർഷവും ആ രക്ഷകന്റെ ജന്മദിനത്തിനായി നേപ്പിൾസുകാർ കാത്തിരിക്കുകയാണ്, മത്സരിക്കുകയാണ്. അയാളുടെ വർണ്ണചിത്രങ്ങളും ചുവർ ചിത്രങ്ങളും ആലേഖനം ചെയ്ത തെരുവുകൾ ഒരുക്കാൻ അവർ മത്സരിക്കുകയാണ്. അഴുക്കുചാലിൽ നിന്നും പട്ടുമെത്തയിലേക്കുള്ള യാത്രയിൽ എന്നും അവൻ മാത്രമായിരുന്നു അവരെ മുന്നേ അവർക്കായി നടന്നിരുന്നത്. അതെ ഡീഗോ, ഭൂമിയിലെ ചരിത്രത്തിൽ പല യുദ്ധങ്ങളും ഉണ്ടാവും, പല യോദ്ധാക്കളും പല ഘോരയുദ്ധങ്ങളും ചെയ്തിട്ടുമുണ്ടാവും. ആ പോരാട്ടങ്ങളുടെ തട്ട് ഡീഗോ അർമോണ്ടോ മറഡോണ എന്ന കുറിയ മനുഷ്യൻ നേപ്പിൾസുകാർക്ക് മാനം നൽകിയതിനടുത്തൊന്നും വരില്ല. ലോക ചരിത്രത്തിലെ ഏത് ഐതിഹാസ പോരാട്ടങ്ങൾക്കൊന്നും അതിനോട് കിടപിടിക്കാൻ പാടുപെടേണ്ടി വരും. ഇന്നവർ തേങ്ങുകയാണ്, കണ്ണീർ പൊഴിക്കുകയാണ്, സ്നേഹിച്ചു മതി തീരാത്ത തങ്ങളുടെ വസന്തം അവരെ വിട്ടകന്നതിൽ. നവംബറിന്റെ മരം കോറ്റുന്ന തണുപ്പിനിടയിൽ നവംബറിന്റെ 25ാം ഇതളിൽ ബുധനാഴ്ച രാവിൽ നേപ്പിൾസുകാരുടെ ഹൃദയവസന്തം നിലച്ചു ചേതനയേറ്റ മുഖം അവർക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനായി അവർ നെപ്പോളി ഫുട്ബോൾ ക്ലബിന്റെ സാൻ പോളോ സ്റ്റേഡിയം, ട്രെയിൻ സ്റ്റേഷൻ എന്നിവയുടെ പേരെല്ലാം അർജന്റീനിയൻ ഇതിഹാസത്തിന്റെ പേരിലാക്കി. നെപ്പോളി നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ക്വയർ അയാളുടെ വീരചിത്രങ്ങൾ കൊത്തിവെക്കാൻ മാത്രമായി മാറ്റിവെച്ചു. അതെ, ഡീഗോയുടെ കഥയും ജീവിതവും നേപ്പിൾസ് നഗരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറഡോണ ലോകത്തിന്റെ തെക്കുഭാഗത്ത് നിന്നാണ് വന്നത്. അദ്ദേഹം തെക്ക് നിന്നുള്ള ആളുകൾക്കായി പോരാടി. നേപ്പിൾസ് തെക്കൻ ഇറ്റലിയുടെ തലസ്ഥാനമാണ്. നമ്മുടേതുപോലെ ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പോലുള്ള ഒരു കളിക്കാരൻ നേപ്പിൾസിൽ